സംസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ പാഠമായി സ്വന്തം ഭാഷ. ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്നു ഞാൻ പറയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ്. രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി. എന്തൊരത്ഭുതം! വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു. ഓരോന്നും സ്വന്തം മാതൃഭാഷയെന്ന് തോന്നിക്കുമാറ് നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം. രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താക്കുഴപ്പം. വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട്. ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെനാലിരാമനോട് ആവശ്യപ്പെട്ടു. രാമൻ വിദ്വാന്റെ അടുത്തെത്തി. എന്നിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും തെനാലിരാമൻ ഈ വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് കണ്ടെത്തിയത് എന്ന് നമുക്ക് നോക്കിയാലോ. തെനാലിരാമൻ അയാളുടെ അടുത്ത് ചെന്നിട്ട് അയാളുടെ കാലിൽ ചവിട്ടി. അപ്പം പെട്ടെന്ന് വേദന കൊണ്ട് അയാൾ നിലവിളിക്കുമ്പോൾ അയാളുടെ മാതൃഭാഷ പുറത്തു വന്നു. എന്താ അയാൾ നിലവിളിച്ചത്? അമ്മാന്ന്. അപ്പം നമുക്ക് വേദന എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ മാതൃഭാഷയിലല്ലേ നമ്മൾ ഇത് കരയുക. അപ്പം അങ്ങനെ അയാൾ അമ്മാന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ത്, അയാളുടെ മാതൃഭാഷ മലയാളമാണെന്ന്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ?